ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭി പറഞ്ഞതുപോലെ തന്നെ നവിയെ കാണാൻ വരുന്നുണ്ട്. അപ്പം നവിയെ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ നിന്നെ വിളിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ നീ ജോലിക്കിടയിൽ ഇങ്ങോട്ട് ഓടി വരണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയും. അതല്ല മോളെ, ഞാൻ നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെയാണ് നീ വിളിച്ചത്. അപ്പോൾ പിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, അത് കാരണം ഞാൻ ഇങ്ങോട്ട് ഓടി വന്നെന്നൊക്കെ പറയും. പിന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന്. എനിക്ക് തോളിന് ചെറിയ ഒരു വേദനയൊക്കെ ഉണ്ടെന്ന് പറയും. അയ്യോ ആണോ, എന്നാൽ പിന്നെ ഞാൻ മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞൊക്കെ മസാജ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രഷറൊക്കെ നോക്കിയോ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, കുഞ്ഞെങ്ങനെയുണ്ട്, വഴക്കുണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. പറയും, നിൻ്റെ അല്ലേ മോൻ വയറ്റിൽ കിടന്ന് ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കാറുണ്ട്, കുസൃതി കാണിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് നവ്യ വളരെ സന്തോഷത്തിലാണ്. എന്നിട്ട് നവ്യ പറയും, നിൻ്റെ ഈ സ്നേഹം സത്യമാണെങ്കിൽ എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ആഗ്രഹിക്കും, ശരിയാണോടാ എന്നൊക്കെ ചോദിക്കും. നീ എന്നെ ഇങ്ങനെ സംശയിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ എന്നൊക്കെ പറയും. അല്ല, നിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെ അഭി മനസ്സിൽ ഓർക്കുന്നുണ്ട്, അനഘയുടെ കേസും ജ്വല്ലറിയിലെ തിരിമറി എല്ലാം കൂടെ ആയിട്ട് ആകെ പ്രശ്നമാണ്. അപ്പോൾ ഇവളെ സ്നേഹിക്കാതിരുന്നാൽ നടക്കില്ല, അതുകൊണ്ട് മാത്രമായി ഇവൾക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നതെന്നൊക്കെ. പിന്നീട് കാണിക്കുന്ന നയന ഇരുന്ന് ആദർശിനെ വിളിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും ആദർശ് കോൾ എടുക്കുന്നില്ല. ഉടനെ നയന എന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പം ആദർശേട്ടനെ വിളിച്ചു, ആദർശേട്ടൻ എടുക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയും. എന്തെങ്കിലും ബിസിനസ്സിലെ പ്രശ്നങ്ങളായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഞാൻ ചെല്ലണം, അല്ലെങ്കിൽ നടക്കില്ല. നന്ദു പോയതിൻ്റെ വിഷമം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അച്ഛനെ അമ്മയും ഇവിടെ ഒറ്റയ്ക്കാക്കാതെ ഞാനങ്ങ് നിന്നത്. ഇനിയും പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല, പോയേ പറ്റത്തുള്ളൂ. എന്താ കാര്യം എന്നൊക്കെ എനിക്കറിയണമെന്ന്. അത് ശരിയാ മോളെ, ചെന്ന ഉടനെ തന്നെ മോളും അമ്മായിമ്മയും തമ്മിൽ സ്നേഹത്തിലായെന്നുള്ള കാര്യം പറയാൻ മടിക്കരുത്, എല്ലാം പറയണമെന്ന് പറയും. എന്തായാലും മോള് ചെയ്തത് തെറ്റായിപ്പോയി. ദേവയാനി അറിയാതെ പോലും മോക്കത് ആദർശിനോട് പറയാമായിരുന്നു. ഇനി അതറിയുമ്പം ആദർശിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും അവർക്കും ടെൻഷനൊക്കെ ഉണ്ട്, ആദർശ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന്. അന്നേരം നയന പറയും, എന്തായാലും അച്ഛൻ ഞാനിപ്പോൾ ഒന്ന് പോയേച്ച് വരാം, ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് നയന ഉടനെ ഒരുങ്ങാനായിട്ട് അകത്തേക്ക് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് അനിയെ നന്ദുവിൻ്റെ അനിയുടെ ഫ്രണ്ട്സായ രാകേഷൊക്കെ വിളിക്കുന്നതാണ്. എടാ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് അനി അവരുടെ അടുത്തേക്ക് ചെല്ലും. എടാ, നീ വന്നാൽ ഇപ്പോൾ ഒരു നല്ല കാഴ്ച കാണിച്ചു തരാം, അതിനുവേണ്ടിയാണ് നിന്നെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത്. നീ ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിനെ കൂടുതൽ സ്നേഹിക്കുകയേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയും. എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞ് അനി ഉടനെ അവരുടെ കൂടെ പോവാണ്. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു പാർക്കിലാണ്. ആ പാർക്കിൽ ഒരു ചെറുപ്പക്കാരി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അന്നേരം ഇടയ്ക്ക് കാണിക്കും അനാമിക ആണ് ആ സൈഡിൽ ഇരിക്കുന്ന പെൺകുട്ടി. അവർ രണ്ടുപേരും ഭയങ്കര പ്രണയ സല്ലാപത്തിലൊക്കെയാണ്. അനാമിക ആ ചെറുപ്പക്കാരൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കിടക്കുകയും മടി കിടക്കുകയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അനി പറയും, എനിക്കിതൊന്നും ഒരു പുത്തരിയല്ലടാ, പലരും എന്നോട് പറയാറുണ്ട് ഇവളിങ്ങനെ പലരുടെയും കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങുന്നു എന്നുള്ള കാര്യമൊക്കെ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. എന്തായാലും നിങ്ങളിതൊന്ന് റെക്കോർഡ് ചെയ്ത് തരും, എൻ്റെ കുടുംബത്തിൽ ആരും ഇത് വിശ്വസിക്കത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ, അതുകൊണ്ട് നമുക്കിത് റെക്കോർഡ് ചെയ്ത് കാണിക്കാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ആ ചെറുപ്പക്കാരനും നവിയും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവൻ പറയും, നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അടിച്ച് മാറ്റാവുന്നതെല്ലാം മാറ്റിക്കൊണ്ട് ഇറങ്ങി വാ, നമുക്ക് അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാം, അല്ലെങ്കിൽ കല്യാണം കുട്ടികളെന്നൊക്കെ പറയുന്നത് ഒരു ബാധ്യതയാണെന്നൊക്കെ പറയും. ഉടനെ അനാമിക പറയും, ശരിയാ, എനിക്കും അങ്ങനെയൊന്നും വലിയ താല്പര്യമുള്ള കേസല്ല, അത് പിന്നെ കിട്ടാവുന്നതൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയും. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നു, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോണ്ടെങ്കിൽ പോരാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ അങ്ങനെ പറ്റത്തില്ല, ഭയങ്കര വീർപ്പുമുട്ടൽ ആ വീട്ടിൽ. അവിടെയാണ് ഒരു കിളവനുണ്ട്, അയാൾ വരുമ്പോഴത്തേന് എല്ലാവരും എഴുന്നേറ്റ് വണങ്ങണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശീലങ്ങളൊക്കെ ഉള്ള വീടാണ്. ആ വീട്ടിൽ താമസിക്കുന്ന കാര്യം പോലും സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അന്നേരം ആ ചെറുപ്പക്കാരൻ പറയുന്നത്, നീ എന്തായാലും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്നു. ഇതെല്ലാം അനിയും കൂട്ടുകാരിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനി പറയും, ഇത് ആരെയെങ്കിലുമൊക്കെ കാണിച്ച് നോക്കാം, ഏക്കുമെന്നറിയത്തില്ല എന്നൊക്കെ പറയും. എന്തായാലും നീ ഇതെല്ലാവരെയും കാണിക്കുക എന്ന് പറഞ്ഞ് കൂട്ടുകാരും ആയിട്ട് ഒരുമിച്ചിങ്ങി പോരുകയാണ്. അനി ആ വീഡിയോ ആദർശിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ആദർശ് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയുടെ കോൾ ഫോണിലേക്ക് വരുന്നത്. ആദർശ് മൈൻഡ് ആതിരിക്കുന്ന ഉടനെ നയന അകത്തേക്ക് കയറി വരും. എന്നിട്ട് ചോദിക്കും, എന്താ ആദർശേട്ടാ കോൾ എടുക്കാഞ്ഞെന്ന്. എന്ന് പറയും, നീ ഇതിൻ്റെ റൂമിൻ്റെ വാതിൽക്ക വന്നെന്നാണോ ഫോൺ വിളിക്കുന്നത്, ഇങ്ങോട്ട് കയറി വരാനാണെങ്കിൽ എന്തിനാ ഫോൺ വിളിച്ചെന്ന് ചോദിക്കും. ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ആദർശേട്ടനെ എടുത്തില്ല, അന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാൻ വിളിച്ചാന്ന് പറയും. എന്തൊക്കെയായെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കോൾ എടുക്കാനോ സംസാരിക്കാനോ താല്പര്യമില്ലെന്ന് പറയും. അതെന്താ ഞാൻ വിളിച്ച എത്ര താല്പര്യക്കുറവ്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എനിക്കൊരു കാര്യം കേൾക്കണ്ടെന്ന് പറയും. അതല്ല എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിർബന്ധിച്ച് കേൾപ്പിക്കാനൊന്നും നീ നോക്കണ്ട, അങ്ങനെ വല്ല നിർബന്ധം ഉണ്ടെങ്കിൽ നീ ഇവിടെ
വല്ലതൊന്ന് പറഞ്ഞു, ഞാൻ അങ്ങ് പുറത്തിറങ്ങി പൊക്കോളാമെന്നൊക്കെ ആദർശ് ചൂടായി സംസാരിക്കുകയാണ്. നീ എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് പോകുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാനൊരു ശല്യമായല്ലേ ഇപ്പോൾ ആദർശേട്ടനെന്ന് ചോദിക്കും. അതെ, നീ എനിക്കിപ്പോൾ ശരിക്കും ശല്യം തന്നെയാണ്, ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആദർശ് ചൂടാവുന്നുണ്ട്. നയനയ്ക്ക് അങ്ങ് സങ്കടമായിട്ട് നയന പതുക്കെ ഇറങ്ങി അങ്ങ് പോകും. അന്നേരം തന്നെ നയന ദേവയാനിയെ വിളിച്ച് പുറത്ത് വെച്ച് കാണുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടന് ഭയങ്കര ദേഷ്യമാണ്, എന്താ കാര്യമെന്ന് അറിയത്തില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കിയിട്ടും പറയാൻ പറ്റുന്നില്ല അമ്മ എന്നൊക്കെ പറയും. എനിക്കറിയത്തില്ല മോളെ, ഞാൻ മാക്സിമം നോക്കി അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ, പക്ഷേ അവനൊന്നും വിട്ടു പറയുന്നില്ല എന്നൊക്കെ പറയും. എന്തായാലും ഞാൻ ഇനി പുറത്തിങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങ് വരുവാണെന്ന് പറയും. എന്നാൽ മോള് ഇന്ന് തന്നെ അങ്ങ് വന്നേക്കണമെന്ന് ദേവയാനിയും പറയും. അപ്പോൾ ആദർശ് എൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് റെഡിയായി നയനയും ഇറങ്ങുകയാണ്. ഈ സമയം ആദർശ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അനിയെ വിളിച്ച് ഉപദേശിക്കുകയാണ്. നീ ഈ വീഡിയോ ഇനി ആരെയും കാണിക്കരുത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാവും, നിൻ്റെ കുടുംബജീവിതം തകരും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒരുപാട് ആദർശങ്ങൾ അങ്ങ് പറയുന്നുണ്ട്. അന്നേരം അനി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും, ഇവളിങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ല കേട്ടില്ല എന്ന് ഞാൻ എങ്ങനെയാണ് കരുതുന്നതെന്നൊക്കെ പറയും. എടാ, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നീ നന്ദുവിനെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന്. ഇനിയിപ്പം നീ അങ്ങനെയൊക്കെ ചെയ്ത കാരണം ഇതൊക്കെ ചെന്ന് അവരോട് എങ്ങനെയാണ് ചോദിക്കുന്നത്? എന്തായാലും അവിടെ അച്ഛനെ വിളിച്ച് ഞാൻ ഇതൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറയും. എന്തിനാണ് അവിടെ അച്ഛനെയൊക്കെ സംസാരിക്കുന്നത്, ഇവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കാമെന്നൊക്കെയാണ് അനി പറയുന്നത്. പക്ഷേ ആദർശ് മാക്സിമം അവളെ വീട്ടിൽ തന്നെ നിർത്തണമെന്നുള്ള പരുവത്തിലാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമാകും. അവർക്ക് ഷോക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നീ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അങ്ങ് ജീവിച്ചോണമെന്നൊക്കെ പറഞ്ഞാണ് ആദർശ് അനിയെ ഉപദേശിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് അനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.